ഈ വർഷത്തെ ഹജ്ജിന് പരിസമാപ്തി കുറിച്ചതിന് പിന്നാലെ തന്നെ അടുത്ത വർഷത്തെ ഹജ്ജ് സീസണിലേക്കുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ പരിവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും. ഇതിനായി നുസുക് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുമെന്നും ഹജ്ജ് ഉംറ മന്ത്രി പറഞ്ഞു. മക്കയിലെ ഹജ്ജ് ഉംറ ആസ്ഥാനത്ത് വെച്ച് നടന്ന ഖത്തമുഹ് മിസ്ക് എന്ന പരിപാടിയിലാണ് ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് റബിയ അടുത്ത വർഷത്തെ ഹജ്ജ് ഒരുക്കങ്ങൾ പ്രഖ്യാപിച്ചത്. വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നതിനും അടുത്ത വർഷത്തെ ഹജ്ജ് പദ്ധതികളുടെ രേഖകൾ കൈമാറുന്നതിനും ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുന്നതിനുമായാണ് മക്കയിൽ പരിപാടി സംഘടിപ്പിച്ചത്. അടുത്ത വർഷത്തെ ഹജ്ജിന് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച് മന്ത്രി ചടങ്ങിൽ വിശദീകരിച്ചു. തീർത്ഥാടകരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തും വിധമാണ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഡിജിറ്റൽ പരിവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. ഇതിനായി നുസ്ക് പാത്ത് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിൽ ഇത്തവണ നടപ്പിലാക്കിയ ചില പ്രധാന പദ്ധതികൾ വൻ വിജയകരമായിരുന്നു. അനുമതിയില്ലാതെ ഹജ്ജ് പാടില്ല എന്ന ക്യാമ്പയിൻ പെർമിറ്റില്ലാതെ ഹജ്ജിനെത്തുന്നവരെ തടയുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. കൂടാതെ തീർത്ഥാടകരെക്കുറിച്ചും അവർക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി നുസുക് കാർഡ് പുറത്തിറക്കിയതും ഇത്തവണത്തെ പ്രധാന പ്രത്യേകതയാണെന്ന് മന്ത്രി പറഞ്ഞു. وفي هذا العام أطلقنا أحد أهم المبادرات بقيادة وزارة الداخلية ووزارة الحج والعمرة، وهي حملة لا حج بلا تصريح للحد من ظاهرة المخالفين في الحج، وقد حققت الحملة أهدافها بكل نجاح. ഈ വർഷത്തെ ഹജ്ജ് സീസണിന്റെ വിജയത്തിൽ പങ്കുവഹിച്ചവരെ മന്ത്രി അഭിനന്ദിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ പിന്തുണയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ മേൽനോട്ടവും ഈ വിജയത്തിന് കാരണമായതായും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 മക്ക.